നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. കണ്ണൂരിന് ഇനി ഉത്സവ ചായയുടെ നാളുകൾ. കണ്ണൂർ മഹോത്സവത്തിന് മറ്റന്നാൾ കൊടിയേറും. 17 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന് വൈവിധ്യമാർന്ന നൃത്ത സംഗീത പരിപാടികൾ. ഫുഡ് ഫെസ്റ്റും അമ്യൂസ്മെന്റ് പാർക്കും മഹോത്സവത്തിന് കൊഴുപ്പേകും. 31-ന് സിറ്റി ചാനലിന്റെ മെഗാ ഷോ വെൽക്കം 2015 അരങ്ങേറും. പയ്യന്നൂരിൽ കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. വീട്ടുസാധനങ്ങൾ കത്തിനശിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം. അഗ്നിക്കിരയായത് പൂനെയിൽ നിന്ന് കൊണ്ടുവരികയായിരുന്ന പട്ടാളക്കാരുടെ സാധന സാമഗ്രികൾ. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥനെ തുണിയടിച്ച് പരിശോധന നടത്തിയ സംഭവം മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടി. തുണിയടിച്ച് പരിശോധന ബീഡി ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ. മേലുദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന് മർദ്ദനമേറ്റതായും പരാതി. കാൽടെക്സിന് ഇനി പുതിയ മുഖം. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കാൽടെക്സ് നവീകരിക്കുന്നു. ഗാന്ധി പ്രതിമയും കലാരൂപങ്ങളും സ്ഥാപിക്കും. 2ാം ഘട്ടത്തിൽ പീതാംബര പാർക്കും നവീകരിക്കും. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിൽ കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. സാധനങ്ങൾ കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം. പൂനെയിൽ നിന്ന് പട്ടാളക്കാരുടെ സാധനങ്ങൾ കൊണ്ടുവരികയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് ഇന്നലെ അർദ്ധരാത്രി കേളോത്ത് വെച്ച് കത്തിനശിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് കരുതുന്നു. പയ്യന്നൂർ കേളോത്ത് വെച്ചാണ് മില്ലേനിയം സർവീസിന്റെ നാഷണൽ പെർമിറ്റ് കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ച് വൻ നഷ്ടം സംഭവിച്ചത്. ഇന്നലെ രാത്രി 12:30 തീപിടുത്തമുണ്ടായത്. പൂനെയിലെ മിലിറ്ററിയിൽ നിന്ന് വിരമിക്കുന്ന 5 മലയാളി ഉദ്യോഗസ്ഥരുടെ വീട്ടുസാധനങ്ങൾ കയറ്റിയ കണ്ടെയ്നറിനാണ് തീപിടിച്ചത്. ഒരു ബൈക്ക്, 2 സ്കൂട്ടർ, ഫ്രിഡ്ജുകൾ, അലമാരകൾ, സോഫ സെറ്റുകൾ, സൂട്ട് കേസുകൾ, വസ്ത്രങ്ങൾ, പെയിന്റ് ടിന്നുകൾ എന്നിവ അഗ്നിക്കിരയായി. പൂനെയിലേക്ക് ടയർ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോഴാണ് പട്ടാളക്കാരുടെ സാധനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഈ കണ്ടെയ്നറിൽ കയറ്റിയത്. പയ്യന്നൂർ, കണ്ണൂർ, തൃശൂർ ഭാഗങ്ങളിലുള്ള പട്ടാള ഉദ്യോഗസ്ഥരുടെ വീട്ടുപകരണങ്ങളും ലഗേജും കയറ്റിയ കണ്ടെയ്നറിൽ പൂനെയിൽ നിന്നും കണ്ണൂരിലേക്കുള്ള പെയിന്റ് ഇനങ്ങളും കയറ്റിയിട്ടുണ്ടായിരുന്നു. കണ്ടെയ്നറിൽ തീ ആളിപ്പടർന്നു കണ്ട പരിസരവാസികൾ അഗ്നിശമന സേനാ വിഭാഗത്തിന് വിവരം നൽകിയതിനെ തുടർന്ന് എത്തിയ പയ്യന്നൂർ ഫയർഫോഴ്സാണ് തീ കെടുത്തിയത്. CPM അഞ്ചരക്കണ്ടി ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച കൊടിമരങ്ങൾ, പതാകകൾ, പോസ്റ്ററുകൾ എന്നിവ വ്യാപകമായി കത്തിച്ചു. ആർവിമെട്ട, ബാവോട്, പനേരിച്ചാൽ, ആനേനിമെട്ട എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച കൊടിത്തോരണങ്ങളാണ് നശിപ്പിച്ചത്. താഴെ പനേരിച്ചാലിൽ കഴിഞ്ഞ ദിവസം CPI ബസ് ഷെൽട്ടർ CPM ബസ് ഷെൽട്ടറാക്കി മാറ്റിയിരുന്നു. ഇതിന്റെ തുടർച്ചയാവും ആക്രമണമെന്ന് കരുതുന്നു. പ്രദേശത്തെ രാഷ്ട്രീയ അക്രമങ്ങൾക്കെതിരെ പോലീസ് നടപടികൾ എടുക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. തളാപ്പിൽ വീടിനു നേരെ ബോംബേറ്. ഇരട്ടക്കണ്ണൻ പാലത്തിന് സമീപം യാസിന്റെ വീടിനു നേരെയാണ് പുലർച്ചെ ബോംബെറിഞ്ഞത്. യാസിൻ ഇരുവേരി സ്വദേശി വിപിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പണം കവർന്ന കേസിലെ പ്രതിയാണെന്ന് ആരോപണമുണ്ട്. ചക്കരക്കൽ ഇരുവേരി മുണ്ടേരി വീട്ടിൽ വിപിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊള്ളയടിച്ച സംഭവത്തിൽ ആരോപണ വിധേയനായ ഇരട്ടക്കണ്ണൻ പാലത്തിന് സമീപത്തെ യാസറിന്റെ വീടിന് നേരെയാണ് ഇന്ന് പുലർച്ചെ ബോംബേറുണ്ടായത്. ടൗൺ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിങ്കളാഴ്ച രാത്രി തളാപ്പിൽ നിന്നും വിപിനെ ബൈക്കിൽ പിന്തുടർന്ന് കരിമ്പ് ഗവേഷണ കേന്ദ്രം റോഡിൽ വെച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം 24,500 രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. കൈക്ക് സാരമായി പരിക്കേറ്റ വിപിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം മംഗലാപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥനെ നഗ്നനാക്കി ദേഹപരിശോധന നടത്തിയ സംഭവം മനുഷ്യാവകാശ കമ്മീഷൻ ജയിൽ DGPയോട് വിശദീകരണം തേടി. തടവുകാർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നുണ്ടോ എന്നറിയാൻ ഉദ്യോഗസ്ഥനെ മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരം തുണിയടിച്ച് പരിശോധന നടത്തിയെന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലുള്ള ഉദ്യോഗസ്ഥനെ മേലുദ്യോഗസ്ഥർ നഗ്നനാക്കി ദേഹപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. മേലുദ്യോഗസ്ഥരുടെ മുറിയിൽ ഓർഡർലി ജോലി ചെയ്യുന്ന തടവുകാർ നോക്കി നിൽക്കുകയായിരുന്നു പരിശോധന. പരിശോധനയിൽ ഇയാളുടെ കയ്യിൽ നിന്ന് സംശയിക്കത്തക്ക വിധം ഒന്നും കിട്ടിയിരുന്നില്ല. ജയിലിൽ പുകവലി നിരോധിച്ചതിനെ തുടർന്ന് ജയിലിൽ കാന്റീനിൽ ബീഡിയും സിഗരറ്റും വിൽക്കുന്നത് നിർത്തിയിരുന്നു. എന്നാൽ തടവുകാർക്ക് ഇവ യഥേഷ്ടം ലഭിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് കർശന പരിശോധന നടത്താൻ സൂപ്രണ്ട് നിർദ്ദേശം നൽകിയത്. സൂപ്രണ്ടിന് തൊട്ടു താഴെയുള്ള 2 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ദേഹപരിശോധനയ്ക്ക് വിധേയനാക്കിയത്. പരിശോധനയിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഒന്നും കണ്ടെത്താൻ സാധിക്കാത്തതിൽ രോഷാകുലരായ മേലുദ്യോഗസ്ഥർ ഇയാളെ മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. കണ്ണൂരിന് ഇനി ഉത്സവ ചായയുടെ നാളുകൾ. കണ്ണൂർ മഹോത്സവത്തിന് മറ്റന്നാൾ കൊടിയേറും.
20-ന് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മറ്റ് മന്ത്രിമാരും തുടർ ദിവസങ്ങളിൽ മഹോത്സവത്തിൽ പങ്കെടുക്കും. ജനുവരി 4 വരെ 17 ദിവസം നീണ്ടു നിൽക്കുന്ന കണ്ണൂർ മഹോത്സവത്തിൽ വൈവിധ്യമാർന്ന സംഗീത നൃത്ത പരിപാടികളാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. ഡിസംബർ 30-ന് കണ്ണൂർ സിറ്റി ചാനലിന്റെ മെഗാ ഷോ വെൽക്കം 2015 അരങ്ങേറും. പുതുതലമുറയുടെ ആവേശം കൂടി ഉൾക്കൊണ്ട് ഡിസംബർ 19 മുതൽ ജനുവരി 4 വരെ 17 ദിവസം നീളുന്ന പരിപാടികളാണ് കണ്ണൂർ മഹോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. രാത്രിയുടെ ക്യാൻവാസിൽ പല വർണ്ണങ്ങളാൽ ചിത്രമെടുത്ത് മഴവിൽ വർണ്ണങ്ങളുടെ ദൃശ്യവിരുന്നൊരുക്കുന്ന ലേസർ ഷോ, പട്ടങ്ങൾ ഉത്സവമൊരുക്കുന്ന കൈറ്റ് ഫെസ്റ്റ്, കേരളത്തിലെ മൺമറഞ്ഞുപോയ മുഖ്യമന്ത്രിമാരുടെ മണൽ ശില്പങ്ങൾ ഒരുക്കുന്ന സാൻഡ് ഫെസ്റ്റ്, ചലച്ചിത്ര പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ, പ്രമുഖ ഗസൽ ഗായകൻ ഉമ്പായി എന്നിവരുടെ സംഗീത വിരുന്ന്, മുകേഷ് കിഷോർ കുമാർ നൈറ്റ്, നൃത്തസന്ധ്യ, കോമഡി താരങ്ങൾ ചിരിയരങ്ങുകൾ, മാധ്യമ സെമിനാർ, വികസന സെമിനാർ, മതസൗഹാർദ്ദ സമ്മേളനം, കവിയരങ്ങ്, സാംസ്കാരിക സദസ്സ്, ആദിവാസി ഫുഡ് ഫെസ്റ്റ്, കേക്ക് ഫെസ്റ്റ്, പുൽക്കൂട് നിർമ്മാണ മത്സരം, അമ്യൂസ്മെന്റ് പാർക്കുകൾ, അന്തർദേശീയ കമ്പനികളുടെ എക്സിബിഷൻ തുടങ്ങിയവയും കണ്ണൂർ മഹോത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 31-ന് ശ്രീപാദം പരിപാടിയിൽ കണ്ണൂർ സിറ്റി ചാനൽ അവതരിപ്പിക്കുന്ന മെഗാ ഷോ വെൽക്കം 2015, തുടർന്ന് അതിഗംഭീരമായ കരിമരുന്ന് പ്രയോഗം എന്നിവ ഉണ്ടായിരിക്കും. നമുക്ക് കണ്ണൂരിനകത്ത് കാണാത്ത ഉള്ള ഒരു കുറേ പരിപാടികളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു 17 ദിവസത്തിൻ്റെ ഒരു സമഗ്ര കൾച്ചറൽ അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് നൈറ്റ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കണ്ണൂർ മഹോത്സവം നമുക്ക് വലിയ രീതിയിൽ ഈ വർഷം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓരോ ദിവസം പ്രമുഖ ഗായകൻ ശ്രീ P. ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഗാനമേളയും അതുപോലെ തന്നെ നമുക്ക് ഉമ്പായി ഗസൽ ഷോ, അതുപോലെ തന്നെ ലേസർ ഷോ, കൈറ്റ് ഫെസ്റ്റും മംഗളൂരിലൊക്കെ നടത്തിയ ഒരു കൈറ്റ് ഫെസ്റ്റും ഉൾപ്പെടെ ഒരു വലിയ കൈറ്റ് ഫെസ്റ്റും, നമുക്ക് മണൽ ശില്പങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു സാൻഡ് ഫെസ്റ്റും, നമുക്ക് ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് നമ്മളൊരു വലിയൊരു ലേസർ ഷോ കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്ന ഒരു തീരുമാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ന്യൂ ഇയറുമായിട്ട് അനുബന്ധിച്ചുകൊണ്ട് നമുക്കൊരു വലിയൊരു ഫയർ വർക്ക്സ് ഷോ കൂടി നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ KP മോഹനൻ, AP അനിൽകുമാർ, ജില്ലയിലെ MP-മാർ, MLA-മാർ, കണ്ണൂർ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല തുടങ്ങിയവരും കണ്ണൂർ മഹോത്സവത്തിന്റെ വിവിധ ദിവസങ്ങളിലെ പരിപാടികളിലായി സംബന്ധിക്കും. നഗരമധ്യത്തിലെ ഓടയിലെ സ്ലാബ് തകർന്നുണ്ടായ കുഴി യാത്രക്കാർക്ക് അപകടക്കെണിയാകുന്നു. പ്ലാസ ജംഗ്ഷനിൽ വിജയ ബാങ്കിന് സമീപം നടപ്പാതക്കരികിലെ കുഴിയാണ് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത്. നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. ഫോർട്ട് റോഡിൽ പ്ലാസയിലെ വിജയ ബാങ്കിന് മുന്നിലെ നടപ്പാതയിലാണ് യാത്രക്കാരെ വീഴ്ത്തുന്ന ഈ കുഴിയുള്ളത്. ഓടയ്ക്ക് മുകളിലെ സ്ലാബ് തകർന്നാണ് കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. സ്ലാബ് തകർന്ന് കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കുഴിയിൽ രാത്രികാലങ്ങളിലും മറ്റും സ്ത്രീകളടക്കം നിരവധി പേർ അബദ്ധത്തിൽ വീഴാറുണ്ട്. തിരക്കേറിയ ഇവിടം കണ്ണൂർ മാർക്കറ്റിലേക്ക് കയറാനുള്ള എളുപ്പ വഴി കൂടിയാണ്. നിരവധി കടകളും മറ്റും പ്രവർത്തിക്കുന്നതിനാൽ ഈ കുഴി ജനങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. കുറേ ആൾക്കാരെ ഇതുവഴി നടന്നു പോകുന്നതായിട്ട് വീഴുന്നുണ്ട്. ഞാൻ കംപ്ലൈൻറ്റ് പറയാറുണ്ട്, പക്ഷെ അത് ഇതുവരെ ആരും തിരിഞ്ഞു നോക്കുന്നതുമില്ല. ഇന്നലെയും കൂടി വീണതല്ലോ സ്ത്രീയും കുട്ടികളായിട്ട്. നഗരസഭയ്ക്ക് ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ലെന്നാണ് ജനങ്ങളുടെ പരാതി. മരണക്കുഴി എന്നുള്ള ബോർഡ് എഴുതി വെച്ചും ചുറ്റും ചുവന്ന റിബൺ കെട്ടിയും കച്ചവടക്കാർ ഒരുവിധം ഈ കുഴിയെ ജനശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാല അധികൃതർ വിദ്യാർത്ഥികളുടെ നീതി നിഷേധിക്കുന്നതിനെതിരെ MSF സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. MSF ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ പെരുവണ്ണ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് യൂണിവേഴ്സിറ്റി അധികൃതർ നൽകിയ വാഗ്ദാനങ്ങൾ ലംഘിച്ചതിൽ പ്രതിഷേധിച്ചാണ് MSF പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത്. ഇതിൽ ഉടൻ പരിഹരിക്കണമെന്നും അല്ലാത്തപക്ഷം സമരം വ്യാപിപ്പിക്കുമെന്നും അബ്ദുറഹ്മാൻ പെരുവണ്ണ പറഞ്ഞു. ഇന്ന് നടക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിന്റെ ഫുൾ ബോഡിയിലേക്ക് ഇരകളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. MSFന്റെ നേതാക്കളെയോ പ്രവർത്തകരെയോ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. മറിച്ച് ഇരകളായ 10 വിഷയങ്ങൾ അകപ്പെട്ട യൂണിവേഴ്സിറ്റി നീതി നിഷേധത്തിന് വിധേയരായ വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്ക് തയ്യാറാവാൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾ തയ്യാറാണെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളുടെ മാർച്ച് അക്രമാസക്തമായ സാഹചര്യത്തിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. MSF ജില്ലാ ജനറൽ സെക്രട്ടറി ഷാക്കിർ ആഡൂർ അധ്യക്ഷത വഹിച്ചു. സാജിർ അലി, യഹിയ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേളക്ക് മുന്നേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication.
കണ്ണൂരിന് ഇനി ഉത്സവ ചായയുടെ നാളുകൾ. കണ്ണൂർ മഹോത്സവത്തിന് മറ്റന്നാൾ കൊടിയേറും. 17 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന് വൈവിധ്യമാർന്ന നൃത്ത സംഗീത പരിപാടികൾ, ഫുഡ് ഫെസ്റ്റും അമ്യൂസ്മെന്റ് പാർക്കും മഹോത്സവത്തിന് കൊഴുപ്പേകും. 31-ന് സിറ്റി ചാനലിന്റെ മെഗാ ഷോ വെൽക്കം 2015 അരങ്ങേറും. പയ്യന്നൂരിൽ കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. വീട്ടുസാധനങ്ങൾ കത്തിനശിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം. അഗ്നിക്കിരയായത് പൂനെയിൽ നിന്ന് കൊണ്ടുവരികയായിരുന്ന പട്ടാളക്കാരുടെ സാധന സാമഗ്രികൾ. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥനെ തുണിയടിച്ച് പരിശോധന നടത്തിയ സംഭവം മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടി. തുണിയടിച്ച് പരിശോധന ബീഡി ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ. മേലുദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന് മർദ്ദനമേറ്റതായും പരാതി. കാൽടെക്സിന് ഇനി പുതിയ മുഖം. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കാൽടെക്സ് നവീകരിക്കുന്നു. ഗാന്ധി പ്രതിമയും കലാരൂപങ്ങളും സ്ഥാപിക്കും. 2ാം ഘട്ടത്തിൽ പീതാംബര പാർക്കും നവീകരിക്കും. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡയമണ്ട്സ് ഫ്രം ഭീമ. കൊയിലി ഹാർട്ട് സെന്റർ, കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. Gemino International Jewelers, Kerala, Tamil Nadu, Maharashtra, UAE, Kuwait. Dhanalakshmi Hospitals, Kannur. Care and cure with dedication. Perfect 10 from Kalyan Silks. Mangalya Pattana, ini 10 10. Royal India, Thana Junction, Thana, Kannur. ബാഗുകൾക്ക് മാത്രമായി കണ്ണൂരിലെ പ്രമുഖ സ്ഥാപനം ബെസ്റ്റ് ഓഫ് ബാഗ്സ്, ഇല്ലിക്ക പ്ലാസ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. For you, for our Apollo Gold, Grand Plaza, Prabhat Junction, Fort Road, Kannur. വാർത്തകൾ തുടരുന്നു. കാൽടെക്സിന് ഇനി പുതിയ മുഖം. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് കാൽടെക്സ് നവീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി കാൽടെക്സിൽ ഗാന്ധി പ്രതിമയും കലാരൂപങ്ങളും സ്ഥാപിക്കും. സൗന്ദര്യവൽക്കരണ പ്രവൃത്തി ജനുവരി 2ാമത്തെ ആഴ്ചയോടെ പൂർത്തീകരിക്കും. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കാൽടെക്സിൽ നവീകരണ പ്രവൃത്തി തുടങ്ങി. നഗരസഭ ജില്ലാ ആർക്കിടെക്ട് അസോസിയേഷനുമായി ചേർന്നാണ് കാൽടെക്സിലെ സർക്കിൾ നവീകരിക്കുന്നത്. ആർക്കിടെക്ട് അസോസിയേഷൻ തന്നെയാണ് രൂപരേഖ തയ്യാറാക്കിയത്. കാൽടെക്സിൽ ഗാന്ധി പ്രതിമയും കലാരൂപങ്ങളും സ്ഥാപിക്കും. സിഗ്നൽ വിളക്കുകൾ മാറ്റി സ്ഥാപിക്കൽ, യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സൗകര്യമൊരുക്കൽ എന്നിവയും പദ്ധതിയിലുണ്ട്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ 1ാം ഘട്ട പ്രവർത്തനം എന്ന നിലയിലാണ് കാൽടെക്സിൽ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. 2ാം ഘട്ടത്തിൽ പീതാംബര പാർക്ക് നവീകരിക്കും. സർക്കാരിൽ നിന്ന് ഭരണാനുമതി ലഭിച്ചാലുടൻ നഗരത്തിൽ വിവിധയിടങ്ങളിൽ ഗതാഗത പരിഷ്കരണത്തിനുള്ള പ്രവൃത്തികളും നടക്കും. കൂത്തുപറമ്പ് കോട്ടയം തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ കവർച്ച. 2 ഭണ്ഡാരങ്ങളിലെ പണം നഷ്ടപ്പെട്ടു. ഒരു ഭണ്ഡാരം കുത്തി തുറക്കാൻ ശ്രമം. 20,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കൂത്തുപറമ്പിന് സമീപം പുറക്കളത്തെ കോട്ടയം തൃക്കൈക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുന്നിലായുള്ള പ്രധാന ഭണ്ഡാരവും അയ്യപ്പന്റെ ഉപക്ഷേത്രത്തിന് മുന്നിലുള്ള ഭണ്ഡാരവുമാണ് ഇന്ന് പുലർച്ചെ കുത്തി തുറന്നത്. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുന്നിലെ ഭണ്ഡാരമാണ് കവർച്ച ചെയ്യാൻ ശ്രമിച്ചത്. ഭണ്ഡാരങ്ങളിൽ നിന്ന് കവർന്ന ഏതാനും നാണയവും നോട്ടുകളും ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് തന്നെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇതിന് സമീപത്ത് നിന്ന് ഭണ്ഡാരം പൊളിക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന തുമ്പയും കണ്ടെടുത്തു. ഏകദേശം 20,000 രൂപയോളം നഷ്ടപ്പെട്ടതായി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ആശുപത്രിയിലെ മാലിന്യ സംസ്കരണ സംവിധാനം തകരാറിലായതിനെ തുടർന്ന് മാലിന്യം റോഡിലൊഴുക്കിയ സംഭവം ഡിഎംഒയും മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രതിനിധികളും ചേർന്ന് ആശുപത്രി പരിസരവും സമീപത്തെ വീടുകളും സന്ദർശിച്ചു. ആശുപത്രിയിൽ നിന്നുള്ള മലിനജലം സമീപത്തെ കിണറുകളിൽ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ സാമ്പിളുകൾ പരിശോധിക്കുമെന്ന് ഡിഎംഒ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് നഗരത്തിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് കേടായതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലേക്ക് കക്കൂസ് മാലിന്യമടക്കം ഒഴുകിയെത്തിയത്. തുറന്ന ഓടകളിലൂടെ ദുർഗന്ധം വിതച്ച് മലിനജലം ഒഴുകാൻ തുടങ്ങിയതോടെയാണ് സമീപവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തുടർന്ന് ഡിഎംഒയുടെ നേതൃത്വത്തിലുള്ള സംഘം ആശുപത്രി പരിസരം സന്ദർശിച്ചു. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാനും സമീപവാസികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാനുമുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായി ഡിഎംഒ ഡോക്ടർ റീന പറഞ്ഞു. പരിസരവാസികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന വിധത്തിലുള്ള പരിസര മലിനീകരണങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരുടെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആസ് വെൽ ആസ് ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ കുറച്ചെന്തോ അപാകതകൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. കൂടുതലായിട്ട് അതിന് പറയണമെങ്കിൽ പൊല്യൂഷൻ ബോർഡിൻ്റെ ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ ഹോസ്പിറ്റൽ അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു പ്ലാന്റ് 1 വീക്കിനുള്ളിൽ തന്നെ അത് പൂർണ്ണമായി പ്രവർത്തന സജ്ജമായി കഴിഞ്ഞാൽ ഈ അവസ്ഥ മാറുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുവരെയുള്ള കാലഘട്ടത്തിൽ IP കിടത്തുന്നത്, രോഗികളെ ഇൻപേഷ്യൻ്റായി കിടത്തുന്നതിനുള്ള സംവിധാനം തൽക്കാലമായി ബന്ദ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
ആശുപത്രി മാലിന്യം ഒഴുക്കിവിടാൻ ആശുപത്രി പരിസരത്തു തന്നെ ചെറിയ ഭൂമി വാങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് എത്തുന്ന മാലിന്യങ്ങൾ സമീപത്തെ കിണറുകളെ മലിനമാക്കാൻ തുടങ്ങി. ജില്ലാ മലിനീകരണ നിയന്ത്രണ ബോർഡും ആരോഗ്യവകുപ്പും ചേർന്ന് സമീപത്തെ 20ഓളം വീടുകളിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ് തൊഴിലാളികൾ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ സെക്രട്ടറി വാടി രവി ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ ബസ് തൊഴിലാളികളുടെ ഫെയർ വേജസ് ഉടൻ പുതുക്കി നിശ്ചയിക്കുക, ക്ഷേമനിധി ഫണ്ടിൽ നിന്നും ജീവനക്കാർക്ക് പെൻഷൻ നൽകുന്ന തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്തിരിയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. CITU ജില്ലാ സെക്രട്ടറി വാടി രവി ഉദ്ഘാടനം ചെയ്തു. ആ കരാറുണ്ടാക്കി അതിന്റെ പരമായി വേജസ് നൽകേണ്ടുന്ന മുതലാളിമാരുടെ കടപ്പെടുത്തുന്നതിന് മുമ്പിൽ പൂർണ്ണമായിട്ട് കീഴടങ്ങുന്ന സമീപനമാണ് ഇന്നത്തെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമരം പ്രഖ്യാപിച്ച് സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ സ്വാഭാവികമാണ് സർക്കാർ അതിന് മേലെ ഇടപെടും. ഇടപെടുക മാത്രമല്ല, മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സമരത്തെ അപകീർത്തിപ്പെടുത്താൻ ആവശ്യമായ ശ്രമം നടത്തും. റോഡ് ഗതാഗത മേഖല എന്നാൽ വളരെ പ്രധാനപ്പെട്ട സേവന മേഖലയാണ് എന്നവർ പറയും. ആ സേവന മേഖലക്കകത്തുള്ള പണിമുടക്കം കാര്യങ്ങളുമെല്ലാം ജനങ്ങളെ വല്ലാതെ വളരെ ദ്രോഹിക്കുന്ന ഒന്നാണെന്നുള്ള പ്രതിരോധം അതിന്റെ ഭാഗമായി നടക്കും. പക്ഷെ ഇവിടെ നാം കാണേണ്ടത് ജനാധിപത്യമായ രീതിയിൽ നടത്തിയ സമരങ്ങളൊന്നും തന്നെ ഫലം കാണാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ അതിശക്തമായ പ്രതിഷേധമായിട്ട് മുന്നോട്ട് ഇറങ്ങേണ്ടി വരും. PV കൃഷ്ണൻ, K ജയരാജൻ, P ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസിന്റെയും ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും ആഭിമുഖ്യത്തിൽ ശരണ്യ സ്വയം തൊഴിൽ പദ്ധതിയുടെ വായ്പാ വിതരണവും അവലോകനവും നടന്നു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ P ബാലകിരൺ ഉദ്ഘാടനം ചെയ്തു. 1 ലക്ഷത്തിൽ താഴെ വരുമാനം ലഭിക്കുന്നതും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളെയും ഉദ്ദേശിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിലൂടെ സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തത നേടാൻ കഴിയുമെന്ന് കളക്ടർ P ബാലകിരൺ പറഞ്ഞു. നമുക്ക് ഇവർക്ക് സംബന്ധിച്ചിടത്തോളം ഒരു സ്വയം തൊഴിൽ പദ്ധതികൾ വേണ്ടി ഒരു വായ്പ കൊടുക്കുകയും അത് സംബന്ധിച്ചുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുകയും അത് സംബന്ധിച്ചുള്ള ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിപാടികൾ നമുക്കിപ്പോൾ അടുത്ത കാലത്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി, എംപ്ലോയ്മെന്റ് വകുപ്പ് വഴി, സ്കിൽ ഡെവലപ്മെന്റ് വകുപ്പ് വഴി നമുക്ക് വലിയ രീതിയിലൊക്കെ വരുന്നു. സോ ഇതിനകത്ത് ഇതുപോലെ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും നമുക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും അതിനകത്ത് ഏറ്റവും അർഹരായിട്ടുള്ളവർക്ക് തിരഞ്ഞെടുക്കുകയും അവർക്ക് 50,000 വരെ 50,000 വരെ വായ്പ കൊടുക്കുകയും അതിനകത്ത് ഒരു പകുതി മാത്രം തിരിച്ചടിച്ചാൽ മതി, ബാക്കി പകുതി സബ്സിഡി ആയിട്ട് സർക്കാർ തന്നെ കൊടുക്കുകയായിട്ടുള്ള ഒരു നല്ല പരിപാടിയാണ് നമ്മുടെ ഈ ശരണ്യ പറഞ്ഞ പദ്ധതി നമുക്ക്. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിൽ രഹിതരായ വിധവകൾ, അവിവാഹിതർ തുടങ്ങിയവർക്കായി നടപ്പിലാക്കിയ സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. 50,000 രൂപ വരെ വായ്പാ തുക ലഭിക്കും. പ്രതിമാസം 420 രൂപ വീതം തിരിച്ചടച്ചാൽ മതിയാകും. 50% സബ്സിഡിയായി ലഭിക്കും. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ CV വത്സൻ അധ്യക്ഷത വഹിച്ചു. K സ്നേഹലത, EV സുഗതൻ, K സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. അഖിലേന്ത്യാ ദേശീയോദ്ഗ്രഥന സമാധാന യുവജന ക്യാമ്പിന് ശനിയാഴ്ച മമ്പറം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിൽ തുടക്കമാവുമെന്ന് ജില്ലാ കളക്ടർ P ബാലകിരൺ അറിയിച്ചു. 6 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 300-ൽ അധികം യുവതീ യുവാക്കൾ പങ്കെടുക്കും. ഡിസംബർ 20 മുതൽ 26 വരെ നടക്കുന്ന ക്യാമ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 300-ലധികം യുവതീ യുവാക്കൾ പങ്കെടുക്കും. ശ്രീലങ്കയിൽ നിന്നുള്ള സൗഹാർദ്ദ പ്രതിനിധി സംഘം ക്യാമ്പിൽ പങ്കെടുക്കുന്നു. ഇത് ക്യാമ്പിന്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ P ബാലകിരൺ പറഞ്ഞു. നാഷണൽ യൂത്ത് പ്രോജക്റ്റിൻ്റെ സമാധാന ക്യാമ്പ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ മുൻകരുതലൊക്കെ ചെയ്ത് കഴിഞ്ഞു. ക്രമീകരണങ്ങളൊക്കെ ഏകദേശം തീരാറായി. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും 300-ലധികം യുവാക്കന്മാർ നമ്മുടെ കണ്ണൂർക്ക് വരികയും അവർക്ക് ഇവിടെ 1 ആഴ്ച കാലം നമുക്ക് പൂർണ്ണമായിട്ടുള്ള ദേശീയ ഐക്യതയും അതുപോലെ തന്നെ സമാധാനവും അതുപോലെ തന്നെ ശാന്തിയും അതുപോലെ തന്നെ നമ്മുടെ പൈതൃകത്തിൻ്റെ ഒരു എക്സ്ചേഞ്ച്, ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് കൂടി നടത്തുന്ന രീതിയിൽ നമുക്ക് 7 ദിവസത്തിൻ്റെ ഒരു വിശദമായ ഒരു പരിപാടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂത്തുപറമ്പ്, തലശ്ശേരി, കണ്ണൂർ നഗരസഭകളിലും കതിരൂർ, എടക്കാട് പഞ്ചായത്തുകളിലും അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കും. ദേശീയോദ്ഗ്രഥന സമാധാന സന്ദേശ റാലി, സർവമത പ്രാർത്ഥനാ സമ്മേളനം, വിവിധ സംസ്ഥാനങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങിയവയും ഉണ്ടാകും. ഇതിലൂടെ ഭാഷാപരമായ ഐക്യവും സാധ്യമാകുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. നമുക്ക് ഉദ്ദേശിക്കുന്നത് അവർക്ക് കണ്ണൂരിൻ്റെ ഒരു ചരിത്രം, കണ്ണൂരിൻ്റെ ഒരു പൈതൃകം മാത്രമല്ല, നമ്മളും കൂടി പല സംസ്ഥാനങ്ങളിൽ വരുന്ന യുവാക്കന്മാരിൽ നിന്നും പഠിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഇതിനകത്ത് ഉണ്ടാവണം ആയിട്ടുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ വലിയ രീതിയിൽ ഇത് നടത്താൻ സാധിച്ചു. 20-ന് മമ്പറം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂളിൽ ക്യാമ്പ് സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിയൻ ഡോക്ടർ SN സുബ്രാബു ക്യാമ്പിന് നേതൃത്വം നൽകും.
KSRTC എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് KSRTC കണ്ണൂർ ഡിപ്പോയ്ക്ക് മുന്നിൽ ബഹുജന ധർണ സംഘടിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി N. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSRTCയെ CITUവിന്റെ നേതൃത്വത്തിൽ ഡിസംബർ 1 മുതൽ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ധർണ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് N. ചന്ദ്രൻ പറഞ്ഞു. ഗവൺമെന്റും അതിന്റെ തലപ്പത്തിരിക്കുന്നവരും തന്നെയാണ് ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് ഇന്ന് നാം കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ആ ഒരു നിലപാടാണ് ഈ KSRTC അടക്കമുള്ള സ്ഥാപനങ്ങളോട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതാണ്ട് 44 പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളം സംബന്ധിച്ച് അതിന്റെ പഠനം നടത്തിയപ്പോൾ അതിൽ 39 എണ്ണവും കടുത്ത നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 39 സ്ഥാപനവും കടുത്ത നഷ്ടത്തിലാണ്. KSRTCയെ പൊതുമേഖലയിൽ സംരക്ഷിക്കുക, പുനരുദ്ധാരണ പാക്കേജിൽ യൂണിയനുകളുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക, എംപാനൽ വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ രാപ്പകൽ സത്യാഗ്രഹം നടത്തുന്നത്. M. വിജയൻ അധ്യക്ഷത വഹിച്ചു. P. രാജീവൻ, രാമചന്ദ്രൻ, V. മനോജ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. സ്റ്റേഡിയം കോർണറിൽ ചെറുകഥാകൃത്ത് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. പാകിസ്ഥാനിൽ താലിബാനെ സൃഷ്ടിച്ചവരുടെ ലക്ഷ്യവും ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തയ്യാറാവാത്തവരുടെ ലക്ഷ്യവും പ്രകൃതിയെ ചൂഷണം ചെയ്യുക എന്നതാണെന്ന് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് പറഞ്ഞു. അങ്ങനെ ഇവിടെ നടന്ന ആ കൊലപാതകം പിന്നിലുള്ള പിന്നാമ്പുറ ചരിത്രം എന്ന് പറയുന്നതും നമ്മുടെ ഇന്നത്തെ ഈ സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് കാര്യങ്ങൾക്കും വലിയ സാദൃശ്യമുണ്ട്, വലിയ ബന്ധമുണ്ട്. ആ ബന്ധം എന്താണെന്ന് വെച്ചാൽ പ്രകൃതി വിഭവങ്ങളുടെ കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ താലിബാൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് അമേരിക്ക രൂപം നൽകുന്നത്. പിൽക്കാലത്ത് അത് പിടിവിട്ടു. ഒരു വലിയ ഒരു ഗുണ്ട, വലിയ അർത്ഥത്തിലുള്ള ഒരു മാഫിയ ഗുണ്ട ഇതായിട്ട് തിന്മയായിട്ട് മാറുകയാണ്. പശ്ചിമഘട്ട സംരക്ഷണ സമിതി ചെയർമാൻ ഡോക്ടർ D. സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് വിനോദ് പയ്യേട്ട, C. ചന്ദ്രാംഗതൻ, O. കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ദിനാചരണം സംഘടിപ്പിച്ചു. മുതിർന്ന പത്രപ്രവർത്തകൻ M. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീൺ ബാങ്കിൽ പെൻഷൻ നടപ്പിലാക്കുക, ശമ്പള പരിഷ്കരണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു. P. G. ദാമോദരൻ, P. B. ഷേണായി, C. മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. റെയിൽവേ പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെൻഷൻ ദിനാചരണം സംഘടിപ്പിച്ചു. ജവഹർ ലൈബ്രറി ഹാളിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി K. G. ജോർജ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് N. K. പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന പെൻഷനേഴ്സ് അസോസിയേഷൻ നേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. V. V. ഗോപിനാഥൻ നമ്പ്യാർ, ഉമേഷ് ബാബു, K. അശോകൻ, ശങ്കരൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. അതായത് S20 പേ ബാങ്കിൽ ഉണ്ടായിരുന്ന 600 പേരാണ് കേസ് നടത്തിയത്. അവർ അത് വിജയിക്കുകയും ചെയ്തു. പക്ഷേ അത് വീണ്ടും ബാക്കി എല്ലാവർക്കും ആ ആനുകൂല്യം കിട്ടണമെന്നുള്ള ഇതോടുകൂടി വീണ്ടും അപ്പീൽ കൊടുത്തതിന്റെ സാഹചര്യത്തിൽ ജനുവരി 13 വീണ്ടും ഹിയറിംഗ് വെച്ചു. പരിസ്ഥിതി സന്തുലിത ഹരിത സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ഡോക്ടർ C. D. ദിവാകരൻ നേതൃത്വം നൽകി. 40ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഇരുവേരി അമ്പിളിയാട്ട് ശ്രീകൃഷ്ണ ക്ഷേത്രക്കുളം സമർപ്പണം തന്ത്രി വെള്ളൂരില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. രാവിലെ 9 മണിക്കും 10:30 ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് സമർപ്പണ ചടങ്ങ് നടന്നത്. ശില്പി കാപ്പാട് ചിത്രൻ മേസ്തിരിയെ ആദരിച്ചു. ക്ഷേത്രോത്സവം ഇന്നും നാളെയും വിവിധ പരിപാടികളോടെ ഇരുവേരിയിൽ നടക്കും. കൊളച്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ CH കൾച്ചറൽ സെന്റർ പാമ്പുരുത്തി ഒരുക്കുന്ന ഫ്ലവർ ഷോ 18 മുതൽ 28 വരെ കൊളച്ചേരി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കും. ചലച്ചിത്ര താരം മാമുക്കോയ ഉദ്ഘാടനം ചെയ്യും. സാക്ഷ്യം ഫോട്ടോഗ്രാഫി എക്സിബിഷൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ K. A. സരള ഉദ്ഘാടനം ചെയ്യും. കാർഷികോപകരണ പവലിയൻ നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി ഖാലിദ് ഉദ്ഘാടനം ചെയ്യും. ഫ്ലവർ ഷോയുടെ ഭാഗമായി എല്ലാ ദിവസവും സാംസ്കാരിക സായാഹ്നം ഉണ്ടായിരിക്കും. ഈ ഫ്ലവർ ഷോ നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും വ്യത്യസ്തമായ കൾച്ചറൽ പ്രോഗ്രാം എല്ലാ ദിവസവും ഉണ്ട്. അതിനകത്ത് പ്രത്യേകം ചേർത്ത് കർഷക സെമിനാറുകൾ, അതോടൊപ്പം തന്നെ വിവിധങ്ങളായ പരിപാടികൾ എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ കെ എസ് സർല ഉദ്ഘാടനം ചെയ്തു. 25% ഇടക്കാല ആശ്വാസം അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, പ്രായമായവർക്ക് അധിക പെൻഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച്. പെൻഷൻകാരുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണമെന്ന് പ്രൊഫസർ കെ എസ് സർല പറഞ്ഞു. അടിസ്ഥാന പെൻഷന്റെ 25% ഇടക്കാല ആശ്വാസം അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇടക്കാല ആശ്വാസം എന്നുള്ള ഒരു നിയമം തന്നെ അല്ലെങ്കിൽ ഒരു നയം തന്നെ അത് വരുത്തുന്നില്ല എന്നുള്ളതാണ്. എത്രമാത്രം ഒരു പെൻഷൻ സംഘടനയുടെ അംഗബലം തന്നെ നമുക്കറിയാം, അത് ഏറ്റവും വലുതാണ്. കേരളത്തിൽ ഇന്ന് നിലവിലുള്ള ഏത് സംഘടനയെക്കാളും അംഗശക്തി കൊണ്ട് പ്രബലരാണ് നമ്മളുടെ ഈ സംഘടന. എം വി രാമചന്ദ്രൻ, എം പി പ്രേമരാജൻ, സി പി നാരായണൻ നമ്പ്യാർ, കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തെക്കുംപാട് കൂലോം തായക്കാവ് കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവം 24-ന് സമാപിക്കും. ഡിസംബർ 23-ന് രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കൂലോം ക്ഷേത്രത്തിൽ നവക പൂജ നടക്കും. 24-ന് നടക്കുന്ന പൂജയോടെ ഉത്സവം സമാപിക്കും. വളരെ പുരാതനവും അതുപോലെ തന്നെ പ്രകൃതി രമണീയവുമായ തെക്കുംപാട് തായക്കാവിലെ കേരളത്തിൽ എവിടെയുമില്ലാത്ത ഒരു പ്രത്യേകതയുള്ള ഒരു പവിത്രമായ പ്രദേശം. അവിടെ പല വിധത്തിൽ ആചാരങ്ങളും പല തെയ്യക്കോലങ്ങളും ഉള്ള സ്ഥലമാണ്. കേരളത്തിലെവിടെയും ഇല്ലാത്ത സാധാരണ പുരുഷന്മാരാണ് സ്ത്രീകളെ വേഷം കെട്ടി തെയ്യം കെട്ടുന്നത്. ഇവിടുത്തെ ദേവക്കൂത്ത് എന്ന് പറഞ്ഞത് ഒരു സ്ത്രീയാണ് കെട്ടുന്നത്. അവരെ വള്ളിയമ്മ എന്നാണ് പറയുന്നത്. ഇനി വാണിജ്യം. നവീകരിച്ച അപ്പോളോ ഗോൾഡ് ഷോറൂം ഫോർട്ട് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ അധ്യക്ഷ റോഷ്നി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർമാരായ സി പി മുഹമ്മദ, പി ബദ്രുദ്ദീൻ, മാർക്കറ്റിംഗ് മാനേജർ സുമേഷ് പത്മനാഭൻ, സക്കറിയ സാദിഖ്, വാർഡ് കൗൺസിലർ ടി സി താഹ തുടങ്ങിയവർ പങ്കെടുത്തു. നിരവധി ഓഫറുകളാണ് നവീകരിച്ച ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി അപ്പോളോ ഗോൾഡ് ഒരുക്കിയിരിക്കുന്നത്. വിവാഹ പാർട്ടികൾക്ക് 10 പവൻ മുതൽ 1000 പവൻ വരെ തിരഞ്ഞെടുക്കാൻ 100% 916 ഹോൾമാർക്ക്ഡ് ആഭരണങ്ങളുടെ പ്രത്യേക ശ്രേണി ഉണ്ട്. ബ്രാൻഡഡ് ആഭരണങ്ങളുടെ വിഭാഗം, ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങളുടെ കളക്ഷനുകൾ എന്നിവയും ഒരുക്കി. ആർഷ, ഹയ, റയർ, വിന്റേജ്, ട്വിങ്കിൾ ലൈറ്റ് കിഡ്സ് ജ്വല്ലറി തുടങ്ങിയ അപ്പോളോ ഗോൾഡിന്റെ ബ്രാൻഡഡ് ആഭരണങ്ങളുടെയും പ്ലാറ്റിനം ആഭരണങ്ങളുടെയും കളക്ഷനും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 17 മുതൽ ജനുവരി 17 വരെ ഷോറൂമിൽ ആന്റിക് ആഭരണങ്ങളുടെ പ്രദർശനം ഉണ്ടായിരിക്കും. നടാൽ കാർണിവൽ കമ്മിറ്റിയുടെ മലബാർ രത്ന സിനിമാ പുരസ്കാരം മൂസ ബാബുരാജിന്. പ്രശസ്തിയുടെ ഓളങ്ങളിൽ പെടാതെ പോയ മൂസ ബാബുരാജിന്റെ ചലച്ചിത്ര രംഗത്തെ സംഭാവനകളെ മുൻനിർത്തിയാണ് അവാർഡ്. നടാൽ കാർണിവലിൽ അവാർഡ് സമ്മാനിക്കും. 19 മുതൽ ജനുവരി 31 വരെയാണ് കാർണിവൽ. തോട്ടട ഗവൺമെന്റ് പോളിടെക്നിക് ഹൈസ്കൂളിൽ എ പി അബ്ദുള്ളക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്യും. എടക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി രവീന്ദ്രൻ അവാർഡ് നൽകും. വില്ലേജ് പ്രവർത്തകനായി നമ്മുടെ സർക്കാർ അംഗീകരിച്ച ശ്രീ ആഷിഖിനെ ആ വിദ്യാലയത്തിലെ PTA പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹത്തെ അനുമോദിക്കുക എന്ന ഒരു പരിപാടിയും കൂടിയാണ് നമ്മൾ. ആ പരിപാടിയോടുകൂടിയാണ് നടാൽ കാർണിവലിന് ഈ വർഷം തുടക്കമിടുന്നത്. തുടർന്ന് ജില്ലാ തലത്തിലുള്ള വിവിധ മത്സരങ്ങൾ, ഫുട്ബോള്, ക്രിക്കറ്റ്, സ്ലോ സൈക്കിൾ റേസ്, ക്വിസ് മത്സരം, അതുപോലെ വിവിധ രചനാ മത്സരങ്ങൾ, ചിത്രരചനാ മത്സരം തുടങ്ങി വിവിധ മത്സരങ്ങൾ നമ്മൾ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. പ്രമുഖ വാഗ്മി നൌഷാദ് ബക്കാവിയുടെ റബ്ബി പ്രഭാഷണം 20-21 തീയതികളിൽ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ ഇനി നമുക്ക് ആര് എന്ന വിഷയത്തിലാണ് പ്രഭാഷണം. മന്ത്രി KC ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. 1 ലക്ഷം പേർക്ക് ഇരിക്കാവുന്ന സൗകര്യം സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് SKSSF ഭാരവാഹികൾ പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 30ാം ജില്ലാ സമ്മേളനം ഡിസംബർ 19-20 തീയതികളിൽ ചക്കരക്കല്ല് ഗോകുലം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വാഗത സംഘം ചെയർമാൻ മമ്പറം ദിവാകരൻ, MK മോഹനൻ, ജനറൽ കൺവീനർ രവീന്ദ്രൻ കൊയ്യോടൻ, KSSPA ജില്ലാ പ്രസിഡന്റ് PK രാമകൃഷ്ണൻ, C രഘുനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. 19ാം തീയതി കാലത്ത് അതിൻ്റെ കൗൺസിൽ സമ്മേളനം. ആ കൗൺസിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ P രാമകൃഷ്ണൻ. അന്ന് വൈകുന്നേരം 19ാം തീയതി വൈകുന്നേരം ചക്കരക്കല്ല് ഈ ടാക്സി സ്റ്റാൻഡിൽ വെച്ച് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ 30ാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതു സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുക.
ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ കേരളത്തിലെ മുൻ മന്ത്രി, മുൻ KPCCയുടെ ജനറൽ സെക്രട്ടറിയും മുൻ കണ്ണൂർ MP-യുമായ ശ്രീ K. സുധാകരനാണ് ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dhanalakshmi Hospitals, Kannur. Care and cure with dedication. കണ്ണൂരിന് ഇനി ഉത്സവ ചായയുടെ നാളുകൾ. കണ്ണൂർ മഹോത്സവത്തിന് മറ്റന്നാൾ കൊടിയേറും. 17 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന് വൈവിധ്യമാർന്ന നൃത്ത സംഗീത പരിപാടികൾ. ഫുഡ് ഫെസ്റ്റും അമ്യൂസ്മെന്റ് പാർക്കും മഹോത്സവത്തിന് കൊഴുപ്പേകും. 31-ന് സിറ്റി ചാനലിന്റെ മെഗാ ഷോ വെൽക്കം 2015 അരങ്ങേറും. പയ്യന്നൂരിൽ കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. വീട്ടുസാധനങ്ങൾ കത്തിനശിച്ച് ലക്ഷങ്ങളുടെ നഷ്ടം. അഗ്നിക്കിരയായത് പൂനെയിൽ നിന്ന് കൊണ്ടുവരികയായിരുന്ന പട്ടാളക്കാരുടെ സാധന സാമഗ്രികൾ. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥനെ തുണിയടിച്ച് പരിശോധന നടത്തിയ സംഭവം മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരണം തേടി. തുണിയടിച്ച് പരിശോധന ബീഡി ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ. മേലുദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന് മർദ്ദനമേറ്റതായും പരാതി. കാൽടെക്സിന് ഇനി പുതിയ മുഖം. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കാൽടെക്സ് നവീകരിക്കുന്നു. ഗാന്ധി പ്രതിമയും കലാരൂപങ്ങളും സ്ഥാപിക്കും. 2ാം ഘട്ടത്തിൽ പീതാംബര പാർക്കും നവീകരിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭരാത്രി.